ഒഡീഷ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി. പാനമ പതാക വഹിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് മുങ്ങിയത്. ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ കപ്പലാണ് മുങ്ങിയത്. കപ്പലിലെ 24 ജീവനക്കാരിൽ 3 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, 3 പേരെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 24 പേർ, അതായത് ഇനി 23 പേരുടെ കാര്യത്തിലാണ് നമുക്കൊരു ആശങ്ക ഉള്ളത്. എന്താണ് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഖി, സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന റിപ്പോർട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രധാന നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ, അതായത് ഇന്നലെ ഏതാണ്ട് 11:15 കൂടിയാണ് ഈ കപ്പൽ മുങ്ങുന്നതായ ഒരു അപായ സൂചന അല്ലെങ്കിൽ അടിയന്തര രക്ഷ വേണമെന്നൊരു ആവശ്യം കൃത്യമായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കോസ്റ്റ് ഗാർഡിന് അറിയിപ്പായി ലഭിക്കുന്നത്. തുടർന്ന് അടിയന്തരമായി തന്നെ ആ പരിസരത്തുണ്ടായിരുന്ന, അതായത് ഈ കപ്പലുമായുള്ള റേഡിയോ ബന്ധങ്ങളെല്ലാം തന്നെ തകർന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന MT ഐസോപോസ് എന്ന് പറയുന്ന ഒരു ടാങ്കർ കപ്പലിനെ വിവരം അറിയിക്കുകയും ആ ടാങ്കർ കപ്പലാണ് ആദ്യം 2 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 3 കപ്പലുകൾ, അതായത് വരാഡ്, അൻമോൾ, വിജിത്ത് എന്നീ 3 കപ്പലുകൾ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും അടിയന്തരമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പൽ സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന, ഇരുമ്പയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള ആഘാതം കപ്പലിൻ്റെ ഏതോ ഘടകത്തിന് സംഭവിക്കുകയും വലിയ രീതിയിൽ വെള്ളം ഇരച്ചു കയറുകയും തുടർന്ന് കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അടിയന്തര രക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം അയക്കുകയും പിന്നീട് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന വേളയിൽ തന്നെ കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിയ ഒരു അവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അടിയന്തരമായി എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ അപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 20 ചൈനക്കാരും 3 മ്യാൻമാർ സ്വദേശികളും ഒരു ബംഗ്ലാദേശിയുമാണ്. അങ്ങനെ 24 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നതും സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് നേതൃത്വം വഹിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. രാഖി.